അതുകൊണ്ട് തന്നെ എന്റെ പേടി എന്ന് പറയുന്നത് അവർ ഏത് രീതിയിലും അടിച്ചമർത്താൻ നോക്കുന്നുണ്ട് ശ്രീകണ്ഠൻ സാർ. അതിൽ യാതൊരു സംശയവും വേണ്ട. ആൾക്കാർ എന്ത് നാരറ്റീവ് ഉണ്ടാക്കിയാലും എന്ത് വീഡിയോസ് നിങ്ങൾ ആരും കണ്ടാലും ഞാൻ നേരിട്ട് കണ്ടത് മാത്രമേ എനിക്ക് പറയാൻ അറിയുള്ളൂ. ഇവിടെ ഇവരുടെ പീസ്ഫുൾ ആയ പ്രൊട്ടസ്റ്റ് ഈ പോലീസ് ആൾക്കാരും അവിടെ ഇവരെ അടിച്ച് തല്ലി കൂട്ടി തരിപ്പണമാക്കിയ ആ ആൾക്കാരും ആണ് വയലന്റ് ആക്കിയത്. അവരാണ് ബ്രൂട്ടലി ഇവരെ ഈ ഒരു സിറ്റുവേഷനിൽ എത്തിച്ചത്. വെന്റിലേറ്ററിൽ കിടക്കുന്ന ഒരു കുട്ടിയുണ്ട്. എത്രയും കൊച്ചുങ്ങളാണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തേക്കുന്നത്. ആൻഡ് ഇവരാരും അങ്ങോട്ട് ഒന്നും ചെയ്തിട്ടില്ല. കുറെ വിഷ്വൽസും നാരറ്റീവും പറയുന്നത് അവര് ഭയങ്കരമായിട്ട് ഡിസ്ട്രക്ഷൻ കോസ് ചെയ്തു. ഇല്ല, രാത്രി ആരോ ഈ ആരാണെന്ന് നമുക്കറിയില്ല, പക്ഷെ ഇവരിൽ ആരോ എന്നാണ് നമുക്ക് തോന്നുന്നത്. ട്രക്കിൽ കല്ലുകൊണ്ട് വെക്കുന്നു. അവർ തന്നെ നടക്കുന്ന വഴിയിൽ മറ്റേ അതിന്റെ വീഡിയോസ് ഒക്കെ കുറെ വന്നിട്ടുണ്ട്. ഗ്ലാസസ് വണ്ടികളെ തല്ലി തകർക്കുന്നു. ആര്? പോലീസുകാര്, ഓഫീസർ, യൂണിഫോം ഇട്ട ഓഫീസേഴ്സ്. അത് മാത്രമല്ല, യൂണിഫോം ഇട്ട ഓഫീസേഴ്സ് എന്ന് തോന്നിപ്പിക്കുന്ന ആൾക്കാർ ബാഡ്ജസ് ഇടുന്നില്ല. യൂണിഫോം ഇടാത്ത കുറെ ആൾക്കാരുടെ കയ്യിൽ ലാത്തിയും മറ്റേ ഹെൽമെറ്റും അവർ ഇവരൊക്കെ അടിക്കുന്നു. അതും പെണ്ണുങ്ങളെ ആണുങ്ങളെ ഒന്നും നോക്കാതെ ഭാഗത്തിന്റെ ശരീരഭാഗത്തിന് എല്ലാം അടിക്കുന്നു. ഇതൊന്നും അലൗഡ് അല്ല. ഇറ്റ് ഇസ് നോട്ട് ലീഗൽ ടു ഡു ഓൾ ദീസ് തിങ്സ്, എസ്പെഷ്യലി മറ്റേ സൈഡിൽ പ്രൊട്ടസ്റ്റ് പീസ്ഫുൾ ആവുമ്പോൾ. അതുകൊണ്ട് എന്റെ മനസ്സിൽ എനിക്ക് തോന്നിയത് ഡെമോക്രസി എന്ന് പറഞ്ഞ ഒരു രാജ്യത്താണല്ലോ, ജനാധിപത്യം നമുക്ക് അതാണല്ലോ നമ്മളെ വിശേഷിപ്പിക്കുന്നത്. അത് ജീവനോടെ ഉണ്ടോ എന്ന് നമ്മൾ സംശയിച്ചു പോകും ശരിക്കും അവിടെ നിൽക്കുമ്പോ. എന്തോ ഭാഗ്യത്തിനാണ്. രഞ്ജിനി ഡൽഹിയിൽ എത്തിയതിനു ശേഷം ഇപ്പൊ കൂടെ എനിക്കൊന്ന് സിജാ റോസൊക്കെ ഉണ്ട്, മറ്റാരെങ്കിലും ഉണ്ടോന്ന് എനിക്കറിയില്ല. കൂടുതൽ ആൾക്കാരൊക്കെ ഡൽഹി എത്താൻ സാധ്യതയുണ്ടോ? രഞ്ജിനി എത്ര ദിവസം ഡൽഹി തുടരാനാണ് പ്ലാൻ? അതോ വണ്ടി കയറി കൊച്ചിക്ക് പോരുമോ? ഇല്ലല്ല, ഞാൻ കൊച്ചിക്ക് വന്നു സാറേ. എത്തിയോ? സാറേ, ഞാൻ ഇന്നലെ രാത്രി എത്തി. അത് ശരി. അപ്പൊ ഈ സിനിമയിൽ നിന്നൊക്കെ കാര്യമായ പ്രതികരണം ഉണ്ടാകുന്നുണ്ടോ രഞ്ജിനി ഇപ്പൊ ഈ സമരത്തിന് അനുകൂലമായിട്ട്? ഈ സിനിമയിലുള്ള ആളുകളൊക്കെ തന്നെ, കാരണം ഒരു സർക്കാർ സംവിധാനത്തോട് ഏറ്റുമുട്ടാൻ പലപ്പോഴും ഈ കലാകാരന്മാർക്ക് ഒരുപാട് പേടിയുണ്ടാവും. ഭാവിയിൽ വരാനിരിക്കുന്ന പുരസ്കാരം തള്ളിപ്പോവാം, പല പ്രശ്നങ്ങളാണല്ലോ. അപ്പൊ അങ്ങനെ ഇതിൽ എനിക്ക് തോന്നിയത് എന്ന് പറയുന്നത്, നമ്മൾ ഒരു സർക്കാരിനെ കുറ്റം പറയുന്നത്, അഫ്കോഴ്സ് റൂളിംഗ് പാർട്ടി ആരാണോ ഇപ്പോൾ അവരെയാണ് നമ്മൾ കുറ്റം പറയാൻ പോകുന്നത്. ബിക്കോസ് അവർക്ക് ഉത്തരവാദിത്വം കൊടുത്താണ് നമ്മൾ അവരുടെ സ്ഥാനത്ത് ഇരുത്തിയിരിക്കുന്നത്. പക്ഷെ ഞാൻ ഇവിടെ ചോദ്യം ചെയ്യുന്നത് അവരുടെ നിലപാടിനെയാണ്. മനസ്സിലായില്ലേ? എന്തുകൊണ്ടൊരു കോൺവെർസേഷന് വരുന്നില്ല, എന്തുകൊണ്ടൊരു ഡയലോഗിന് വരുന്നില്ല? ഇവർ ചോദിക്കുന്ന ഡിമാൻഡ്സ് അത്ര വലിയ ഡിമാൻഡ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. നീറ്റ് പേപ്പർ ലീക്കേജ്, അതുപോലെ എഡ്യൂക്കേഷൻ സിസ്റ്റമിൽ നടന്നിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരവാദി എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ മിനിസ്റ്ററാണ്. ബിക്കോസ് അദ്ദേഹത്തിന് ആ ജോലി കൊടുത്തിരിക്കുകയാണ്, ഒരു പൊസിഷനാണ്. അപ്പൊ ആ പൊസിഷൻ അദ്ദേഹം കറക്റ്റ് ആയിട്ട് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും ചോദ്യം ചെയ്യാനുള്ള ഒരു അർഹത ഈ രാജ്യത്തിലെ പൗരന്മാർക്കുണ്ട്. എസ്പെഷ്യലി നമ്മളാണ് അവരെ വോട്ട് ചെയ്ത് അവിടെ എത്തിച്ചത്. അവർ നമ്മുടെ ജോലിക്കാരാണ് അല്ലെ? അങ്ങനെയാണല്ലോ അത് ഫംഗ്ഷൻ ചെയ്യേണ്ടത്. പക്ഷെ അതങ്ങനെ ഫംഗ്ഷൻ ചെയ്യുന്നില്ല. പക്ഷെ ഈ ലാത്തി ചാർജും അതുപോലെ തന്നെ ഈ ടിയർ ഗ്യാസും ഈ കൊച്ചുങ്ങളെ അറ്റാക്ക് ചെയ്ത രീതിയും കണ്ടാൽ ആ ചോദ്യം ചെയ്യേണ്ട ആൾക്കാരുടെ ലിസ്റ്റേ മാറി. ഇപ്പം നമ്മൾ ഫുൾ രഞ്ജിനി, ഒരു പ്രേക്ഷകൻ രാമചന്ദ്രൻ ചോദിക്കുന്നു, ഗുഡ് മോർണിംഗ് SK, എത്ര പോലീസുകാർക്ക് പരിക്കുണ്ട് എന്നുകൂടി രഞ്ജിനി ഹരിദാസിനോട് ചോദിക്കൂ എന്നൊരു പ്രേക്ഷകൻ അഭിപ്രായപ്പെടുന്നു. അങ്ങനെ പോലീസുകാർക്ക് പരിക്കേറ്റിട്ടുണ്ടോ ഈ സമരത്തിൽ? ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. ബിക്കോസ് ഞങ്ങളൊക്കെ അവിടെ ഇരിക്കുകയായിരുന്നു. ഞാനൊരു പ്രൊട്ടസ്റ്റ് ഏരിയയിൽ ഞങ്ങളെ ബാരിക്കേഡ് ചെയ്ത് അകത്ത് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. ശ്രീകണ്ഠൻ സാർ, ഒരു കാര്യം മനസ്സിലാക്കണം. അദ്ദേഹം ഒന്ന് ഫ്ലൈറ്റ് എടുത്ത് അല്ലെങ്കിൽ ട്രെയിൻ എടുത്ത് ഡൽഹി പോകാൻ പറ അദ്ദേഹത്തിന്റെ അടുത്ത്. അല്ല, അത് ഇനി ഡൽഹിയിൽ നിന്നാണോ സംസാരിക്കുന്നത് നമുക്ക് അറിയില്ല. ചിലപ്പോ ഈ രാമചന്ദ്രൻ എന്ന് പറഞ്ഞ ചന്ദ്രൻ ഡൽഹിയിൽ നിന്ന് സംസാരിക്കുമായിരിക്കും. രാമചന്ദ്രൻ എവിടെ നിന്ന് വേണമെങ്കിലും സംസാരിച്ചോളൂ. ഈ ചോദ്യം എനിക്ക് തോന്നുന്നു കുറെ പേര് എന്നോട് ചോദിക്കുന്നുണ്ട്. എത്ര അവർക്ക് കുറെ വീഡിയോസ് ഇങ്ങനെ വരുന്നു എന്നൊക്കെ ഞാൻ കാണും. അവർക്ക് അത് അറിയണമെങ്കിൽ അവർ വീട്ടിൽ ഇരുന്ന് ചോദ്യം ചോദിക്കരുത്. അവർക്ക് അത്ര ഉത്തരവാദിത്തം നമ്മുടെ രാജ്യത്തിനെ കുറിച്ച് ഉണ്ടെങ്കിൽ അവർ ഡൽഹി പോയിട്ട് ആ ചോദ്യം ചോദിക്കുക, അല്ലെങ്കിൽ അവിടെ പോയി കാണും, നേരിട്ട് പോയി കാണും. എന്നിട്ട് നിങ്ങൾ തന്നെ ഒരു തീരുമാനം എടുത്തോളൂ. മനസ്സിലായില്ലേ? എന്റെ അടുത്ത് ചോദിക്കണ്ട. എനിക്ക് എന്റെ കണ്ണുകൊണ്ട് കാണുന്ന മാത്രമേ പറയാൻ പറ്റുള്ളൂ. അവരുടെ കണ്ണുകൊണ്ട് അവർക്ക് കാണുന്ന സാധനം ഞാൻ അവരുടെ വായിക്കൂടെ പറയണമെങ്കിൽ അതിന് പറ്റിയ ആളല്ല ഞാൻ. രഞ്ജിനി, ഒരു കാര്യം ചെയ്യും, ഇനിയിപ്പോ കുറച്ചു നേരം ഉറങ്ങ്. ഉറക്കം പോയില്ലേ? ഓക്കെ. നമുക്ക് കുറച്ച് ഒരാളിന്റെയും ഉറക്കം ഒരു ദിവസം രാവിലെ പോക്കാൻ പറ്റിയാൽ അതിൽ കൂടുതൽ പുണ്യം എന്താ? ഓക്കെ, അത് വലിയ പ്രശ്നമൊന്നുമില്ല. സന്തോഷം. താങ്ക് യു രഞ്ജിനി, പ്രേക്ഷകർക്കൊപ്പം ചേർന്നതിൽ. താങ്ക് യു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.